പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു, യുദ്ധം കൂടുതൽ ശക്തമാകുന്നു എന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏറ്റവും പ്രധാനം, അമേരിക്ക ഇതുവരെ ആക്രമണം നടത്തിയിരുന്നത് തെക്കൻ ഇറാനിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് വടക്കൻ ഇറാനിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. തബ്രിസിൽ ആക്രമണമുണ്ടായി, ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു, പരിക്കേറ്റു. അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിൽ നിന്നും കൂടുതലായി യുദ്ധവിമാനങ്ങളും യുദ്ധ ടാങ്കറുകളും അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുന്നു. അമേരിക്കൻ യുദ്ധവിമാനങ്ങളും കപ്പലുകളും ഒക്കെ മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നാണ് റിപ്പോർട്ട്. CNN പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നൽകുന്നത്. F-16, F-35 തുടങ്ങിയിട്ടുള്ള യുദ്ധവിമാനങ്ങൾ കൂടുതലായി മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ യുദ്ധ ടാങ്കറുകളും അമേരിക്ക കൂടുതലായിട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. യുദ്ധവിമാനങ്ങൾ കൂടുതൽ ഇപ്പോൾ ഇസ്രായേലിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് യൂറോപ്പിൽ നിന്ന് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ശക്തമായിട്ടുള്ള ആക്രമണം അമേരിക്ക ഇറാനിലേക്ക് ആസൂത്രണം ചെയ്യുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടൊപ്പം ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് സൗദി അറേബ്യയുടെ ഇന്ധന ടാങ്കറുകൾ തടയുമെന്നുള്ള ഹൂതികളുടെ പ്രഖ്യാപനമാണ്. യമനിലെ സന വിമാനത്താവളം ആക്രമിച്ചത് സൗദി അറേബ്യയാണെന്നും അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയുടെ കപ്പലുകൾ തടയുമെന്നുമാണ് ഇപ്പോൾ ഹൂതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹോർമൂസിലൂടെ സൗദിയുടെ കപ്പലുകളൊന്നും കടത്തിവിടില്ല എന്ന് ഹൂതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. മറ്റ് സംഭവമുണ്ടായത്, ഇത്തരത്തിലുള്ള ഈ ആക്രമണം ഇങ്ങനെ ശക്തമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏറ്റവും അടുത്തിപ്പോൾ സംഭവിച്ചത് ഇറാൻ ആക്രമണത്തിൽ അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടമായതാണ്. ജോർദാനിലാണ് അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടമായത്. സൈനികനെ കാണാതാകുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഇറാൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യവും രാജ്യം ഇറാൻ പൂർണ്ണമായും യുദ്ധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ യുദ്ധം പൂർണ്ണതോതിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ആശങ്ക ശക്തിപ്പെടുകയാണ്. കുവൈറ്റിലേക്കുള്ള ആക്രമണം ഇപ്പോഴും ഇറാൻ തുടരുന്നുണ്ട്. പല ഇടങ്ങളിലായി കുവൈറ്റിൽ ഇന്നും ആക്രമണമുണ്ടായി. ബഹ്റൈനിലേക്ക് ആക്രമണ ശ്രമങ്ങളുണ്ടായി. ഇതിന്റെ കൂടി ഭാഗമായിട്ടാണ് ബഹ്റൈനിൽ നിന്നുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ നിർത്തിവെച്ചതായി കമ്പനി അറിയിച്ചത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചു എന്നുള്ളതാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിക്കുന്നത്. അതോടൊപ്പം ഈ മേഖല പല ഇടങ്ങളിലുമായിട്ട് ഇപ്പോൾ വലിയ ജാഗ്രത തുടരുന്നുണ്ട്. ഏതായാലും യുദ്ധം കൂടുതൽ കടുക്കുമോ എന്നുള്ളതാണ് വർദ്ധിക്കുന്ന ആശങ്ക. ദുബായിൽ നിന്ന് സുരേഷ് ഒളിമിറ്റം, മാതൃഭൂമി ന്യൂസ്.